നമ്മൾ സീബർഷിൻ്റെ ഡിഫോൾട്ട് രീതിയിൽ നോക്കിയാൽ തന്നെ കണ്ടോ ഇഷ്ടംപോലെ മാപ്സ് ഉണ്ട് ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്യൂബ് എടുത്തു, ഒരു ആൽഫ എടുത്തു, ഇപ്പോൾ ആരോ എടുത്തു, ഇതുപോലെ ആൽഫാസ് ഉണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഒരു ആൽഫ എങ്ങനെ ഇത്ര ഒരു ആൽഫ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോട്ടോഷോപ്പിലോട്ട് പോവുക. നമ്മൾ അപ്പോൾ ആൽഫയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പക്ക സ്ക്വയർ ആയിരിക്കണം. 1K റെസൊല്യൂഷനിൽ 1Kയിൽ ഒരു ഡോക്യുമെൻ്റ് എടുത്തു, ജസ്റ്റ് ബ്ലാക്ക് ഫിൽ ചെയ്തു. ഇത് റാൻഡമായിട്ട് എന്തെങ്കിലും ഒരു ഷേപ്പ് എന്തെങ്കിലും ഒരു ഷേപ്പ് ഞാൻ വരച്ച് നോക്കാം. കളർ ഫിൽ ചെയ്തു നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ വെച്ചാൽ ഇതിനെ ഒരു ആൽഫ എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. പക്ഷേ എങ്ങനെ ആൽഫ ഇമ്പോർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ആൽഫ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പാത്ത് കാണിച്ചു കൊടുക്കുക. ആൽഫ വന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആയി കഴിഞ്ഞാൽ ആൽഫയായി കണ്ടോ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണോ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് പിടിച്ച് സ്മൂത്ത് ചെയ്ത് ഇങ്ങനെ എടുക്കാം. പക്ഷെ നമുക്ക് ആൽഫയിൽ സ്മൂത്ത് വരണം. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്ററിൽ പോവുക, ജസ്റ്റ് ഗോഷ്യൻ ബ്ലർ കൊടുക്കുക, കുറച്ച് വാല്യൂ കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സേവ് ചെയ്യുക. ഓൾറെഡി സേവസ് ആണല്ലോ, ഒന്ന് സേവസ് ചെയ്താലുണ്ട്. ഇത് ഒന്ന് റീഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നോക്കുക കണ്ടോ സ്മൂത്ത് ആയതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ടൈപ്പുള്ള ആൽഫയും നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും.